അംഗീകരിക്കൽ ഇംഗ്ലീഷിൽ വളരെ ആപ്റ്റായിട്ട് ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് അപ്രൂവൽ ആൻഡ് വാലിഡേഷൻ. അപ്രൂവൽ എന്നുള്ള അർത്ഥം തന്നെയാണ് വാലിഡേഷൻ എന്നെങ്കിലും വാലിഡേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ അപ്രൂവലാണ്. അത് നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് നിൻ്റെ അനുവാദം വേണ്ട, അല്ലെങ്കിൽ അപ്രൂവൽ വേണ്ട. ഐ ഡോണ്ട് നീഡ് യുവർ വാലിഡേഷൻ. ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. ശരിവയ്ക്കൽ, അംഗീകരിക്കൽ, വിലമതിക്കൽ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റീഅഷുറൻസ് ഫ്രം അതേഴ്സ്. അവൾക്ക് കുറച്ച് ആത്മവിശ്വാസക്കുറവുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് അവളുടെ സ്വന്തം കഴിവിൽ വിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ടാണ് അവൾ എപ്പോഴും ഇങ്ങനെ ആളുകളുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഷീ ലാക്സ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ പറയാം ഷീ ഹാസ് സെൽഫ് ഡൗട്ട്. ദാറ്റ്സ് വൈ ഷീ ഓൾവേസ് സീക്സ് വാലിഡേഷൻ ഫ്രം അതേഴ്സ്. നിനക്ക് വില തരാത്ത ആളുകളുടെ അടുത്ത് എപ്പോഴും വാലിഡേഷൻ ചോദിച്ചാണ്, അതായത് ഈ ആക്സെപ്റ്റൻസ്, അഷുറൻസ് ചോദിച്ച് ചെല്ലുന്നത് എന്തിനാണ്? നിർത്തൂ. സ്റ്റോപ്പ് സീക്കിംഗ് വാലിഡേഷൻ ഫ്രം പീപ്പിൾ ഹു ഡോണ്ട് വാല്യൂ യു. നിനക്ക് ശരി എന്താണെന്നാണോ തോന്നുന്നത് അത് ചെയ്യുക, അല്ലെങ്കിൽ നീ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. ഈ ആളുകളോട് അപ്രൂവൽ ചോദിക്കുന്നത് നിർത്തൂ. ഡു വാട്ട് നീഡ്സ് ടു ബി ഡൺ ഓർ ഡു വാട്ട് എവർ യു നീഡ് ടു ഡു, അതല്ലെങ്കിൽ വാട്ട് എവർ യു ആർ സപ്പോസ് ടു ഡു. വൈ ആർ യു ഓൾവേസ് സീക്കിംഗ് വാലിഡേഷൻ? എന്നാൽ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന എഫേർട്ട് മറ്റുള്ളവർ അറിയേണ്ടതുണ്ട്, അവരുടെ അംഗീകാരം നമുക്ക് ആവശ്യവുമുണ്ട്. സംടൈംസ് വി വാണ്ട് വാലിഡേഷൻ ഫോർ അവർ എഫേർട്സ്. ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, താങ്ക്സ് ഫോർ ബീയിങ് അണ്ടർസ്റ്റാൻഡിങ്. അത് നമുക്ക് ഇങ്ങനെയും പറയാം, താങ്ക്സ് ഫോർ വാലിഡേറ്റിംഗ് മൈ ഫീലിങ്സ്. സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, എന്താണ് അപ്രൂവലും വാലിഡേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. അപ്രൂവൽ എന്ന് പറയുമ്പോൾ ഓക്കെ യു ആർ റൈറ്റ്, ഗോ ഹെഡ് എന്നൊരർത്ഥമാണ്. എന്നാൽ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സപ്പോസ് എ ചൈൽഡ് ബ്രോക്ക് എ ഗ്ലാസ് ഇൻ ആങ്കർ. ദേഷ്യം വന്നപ്പോൾ ഒരു കുട്ടി ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു. ഇപ്പോൾ അപ്രൂവലാണെങ്കിൽ നീ ആംഗ്രി ആയിരുന്നു, യു വേർ ആംഗ്രി, ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ആർ റൈറ്റ്. അതാണ് അപ്രൂവൽ. നീ ചെയ്തത് ശരിയാണ്, അതങ്ങനെ സംഭവിക്കും. ഇൻസ്റ്റഡ് ഇഫ് യു ആർ സേയിങ് ലൈക്ക് ദിസ്, ഓക്കെ I understand your feelings, but breaking the glass was not okay. എനിക്ക് മനസ്സിലായി, നിനക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ നീ ചെയ്തത് ശരിയായില്ല, ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചത് ശരിയായില്ല. Here you understand the emotion without supporting the action. That is validation.